എല്ലാവർക്കും നമസ്കാരം. ആദിയോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഡോക്ടർ അനുജ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആയുർവേദ പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വേറൊന്നുമല്ല, നമ്മളുടെ ചവനപ്രാശമാണ്. വലിയ ഇമേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഇതിന് കാരണം നമ്മളുടെ കഴിഞ്ഞ തലമുറയിലെ ആൾക്കാരെ എല്ലാം തന്നെ വീട്ടിൽ വാങ്ങി വെച്ചിരുന്ന ഒരു റെജുവനേറ്റീവ് ടോണിക്കാണ് ചവനപ്രാശം. അല്ലെങ്കിൽ ഒരു രസായനമായിട്ട് ശരീരപുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ ഇത് വാങ്ങി വെച്ചിരുന്നു. പെൺകുട്ടികൾക്കായാലും കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുത്തിരുന്നു. അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനെന്ന അർത്ഥത്തിലും അല്ലെങ്കിൽ ശരീരപുഷ്ടിക്ക് വേണ്ടിയൊക്കെ അമ്മമാർ ഇത് കുട്ടികൾക്ക് വാങ്ങി നൽകിയിരുന്നു. പക്ഷേ ആ ഒരു ജനറേഷൻ കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ആ ഒരു അഭാവം കണ്ടു തുടങ്ങി. മിക്കവാറും വീടുകളിലൊന്നും ഇത് വാങ്ങി കൊടുക്കുന്നതായിട്ടോ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ഉള്ളതായിട്ടോ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് പണ്ടത്തെ ആ ചവനപ്രാശത്തിൻ്റെ രുചിയൊന്നും ഇപ്പോൾ ഇല്ല, അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരുവിധം ഫെമിലിയർ ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള കമ്പനികളൊക്കെ തന്നെ അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ചവനപ്രാശം ഇറക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇത് വാങ്ങി തീർച്ചയായിട്ടും കുട്ടികൾക്ക് നൽകുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റീസ് അറിയുക. എങ്ങനെയാണ് ഈ ചവനപ്രാശം നമ്മളിലേക്ക് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി എന്താണ്, എന്തുകൊണ്ട് അതിന് ഈ പേര് വന്നു, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ രീതി തുടങ്ങിയവയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചവനപ്രാശം എന്തുകൊണ്ടാണ് ഈ ലേഹ്യത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. ശാരദി മഹാരാജാവിൻ്റെ മകളായ സുകന്യാദേവി തൻ്റെ തോഴിമാരുമൊത്ത് വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രത്യേകതയുള്ള ഒരു ചിതൽപുറ്റ് ദർശിക്കാനിടയായി. അപ്പോൾ ഇത് കണ്ടിട്ട് കൗതുകം തോന്നിയിട്ട് സുകന്യാദേവിയും തോഴിമാരും അതിനെ സമീപിച്ചു. അപ്പോഴാണ് അതിൻ്റെ മുകളിലായിട്ട് 2 ദ്വാരങ്ങൾ ദർശിക്കാനിടയായി. ഇതിൽ കൗതുകം തോന്നിയിട്ട് സുകന്യാദേവി ഒരു ദർഭപുല്ലെടുത്ത് അതിൻ്റെ ഒരു ദ്വാരത്തിൽ കുത്തി. അപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് സുകന്യാദേവി ആകെ പരിഭ്രമിച്ചു പോയി. സത്യത്തിൽ അത് നമ്മുടെ ചവന മഹർഷിയായിരുന്നു. ചവന മഹർഷി തപസ് ചെയ്യാനിരുന്നതാണ്. തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് അത് ചിതൽപുറ്റായി മാറുകയായിരുന്നു. ചവന മഹർഷി അത്യധികം വേദനയോടെ ശാരദി മഹാരാജാവിനെ സമീപിച്ചു. ശാരദി മഹാരാജാവ് അത്യധികം വ്യസനത്തോടെ ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് തീരുമാനിച്ചു. ഇതിന് പരിഹാരമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചത് ഇതാണ്: തൻ്റെ മകളായ സുകന്യാദേവിയെ ചവന മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കാലം സുകന്യാദേവി അദ്ദേഹത്തെ പരിചരിച്ചു കൊള്ളാം എന്നായിരുന്നു അദ്ദേഹം എടുത്ത തീരുമാനം. പക്ഷേ അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ ഇവരുടെ ചവന മഹർഷിയുടെ പ്രായാധിക്യം കൊണ്ട് അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില പ്രശ്നങ്ങളും ഫേസ് ചെയ്തു. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് രാജവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരെ ചവന മഹർഷി സമീപിച്ചു. അപ്പോൾ ഈ ചവന മഹർഷിയുടെ കാഴ്ച വീണ്ടെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ യൗവനം വീണ്ടെടുക്കുവാനുമായിട്ടാണ് അശ്വിനി കുമാരന്മാര് ചവനപ്രാശം ഇൻവെന്റ് ചെയ്തത്. ആയുർവേദ മരുന്ന് കൂട്ടുകൾ ചേർത്ത് അശ്വിനി കുമാരന്മാര് ചവനപ്രാശം തയ്യാറാക്കിയെടുത്തു. അത് കഴിച്ചതിലൂടെ ചവന മഹർഷിയുടെ യൗവനം വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ചവനപ്രാശത്തിന് ആ പേര് ലഭിച്ചത്. ആദ്യം ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. 50 കൂട്ടം ആയുർവേദ മരുന്നുകൂട്ടുകൾ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, നെല്ലിക്കയാണ്. ഇതിൻ്റെ ശ്ലോകം സഹസ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വില്യു അഗ്നിമന്ദ ശോനാക കാശ്മീരിയ, അങ്ങനെ തുടങ്ങുന്ന വലിയൊരു ശ്ലോകമാണ്. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂവളം, മുഞ്ഞ, പാതിരി, പയ്യാഴന്ത തുടങ്ങിയ മരുന്നുകൾ ഓരോ ഫലം വീതം, അത് 38 കൂട്ടം മരുന്നുകളുണ്ട്. അത് ഓരോ ഫലം വീതം എടുക്കുന്നു.
കേടുവരാത്ത നല്ല നെല്ലിക്ക നോക്കി സെലക്ട് ചെയ്ത് 500 എണ്ണം അത് നമ്മൾ എടുക്കുന്നു. പച്ചനെല്ലിക്ക 500 എണ്ണം. എന്നിട്ട് നമ്മളത് 16 ഇടങ്ങഴി വെള്ളം വെച്ച് കഷായമാക്കുന്നു. അത് 16 ഇടങ്ങഴി വെള്ളം അരച്ചെടുത്ത നെല്ലിക്ക നമ്മൾ എടുത്തിട്ട് അത് 6 തുടം നെയ്യും 6 തുടം നല്ലെണ്ണയും ചേർത്തിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കഷായമില്ലേ, ആ കഷായത്തിലേക്ക് 50 പലം മീൻകണ്ണി ശർക്കര, അതായത് കൽക്കണ്ട് ചേർക്കുന്നതാണ് ഉത്തമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻകണ്ണി ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ട് ചേർത്ത് അലിയിച്ച് അത് അരിച്ചെടുക്കുന്നു. ശേഷം അത് അടുപ്പത്ത് വെച്ച് പാകമാക്കുന്നു. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മൂപ്പിച്ചെടുത്ത നെല്ലിക്ക ചേർക്കുന്നു. അതിലേക്ക് 4 പലം കൂവനൂറും 2 പലം തിപ്പലിയും ഇലവങ്ങം, ഏലത്തരി, പച്ചില, നാഗപ്പൂവ് എന്നിവ 3 കഴഞ്ച് വീതവും പൊടിച്ച് ചേർത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ലേഹ്യ പാകത്തിലാക്കി എടുക്കുന്നു. അതായത് ചില പരീക്ഷകളൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള പാകമായോ എന്നറിയാനായിട്ട്. അങ്ങനെ കൃത്യമായി ലേഹ്യപാകം ആയെങ്കിൽ നമ്മൾ തീ അണച്ചു വയ്ക്കുന്നു. തണുത്ത് വരുമ്പോഴേക്കും നമ്മളതിൽ തേൻ ചേർക്കുന്നു. 6 തുടം തേൻ ചേർക്കും. എന്നിട്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. ഇതാണ് ചവനപ്രാശം ഉണ്ടാക്കുന്ന വിധി. ഇനി ഇത് എന്തിനൊക്കെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് നോക്കാം. നമ്മളുടെ മേധ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് പവർ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മളുടെ സ്മൃതി, മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുന്നു. അഗ്നിബലം ഇൻക്രീസ് ചെയ്യുന്നു. നമ്മളുടെ കോഷ്ഠശുദ്ധിക്ക് സഹായിക്കുന്നു. സെൻസറി ഓർഗൻസിൻ്റെ നല്ല ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അവയുടെ സെൻസറി പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ശുക്ലദോഷങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കുന്നു. വൃദ്ധനെ യുവാവാക്കുന്നു. അതായത് വാർദ്ധക്യം ബാധിച്ചവർക്ക് യൗവനം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നു. ഹൃദ്രോഗം, വാതരക്തം തുടങ്ങിയ അസുഖങ്ങളെ ഭേദമാക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചവനപ്രാശത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ ഉപയോഗിക്കാം. ഒരു റെജുവിനേറ്റീവ് ടോണിക്കാണ് അല്ലെങ്കിൽ രസായനമാണ്. എല്ലാവരും സേവിക്കേണ്ട അത്യാവശ്യമാണ്. ധാതു പുഷ്ടി വരുത്തുവാനായിട്ട്, അതായത് നമ്മളുടെ സപ്തധാതുക്കളുണ്ട്, ഓജസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ശുദ്ധിക്കും അതിൻ്റെ പുഷ്ടി വരുത്തുവാനും ഇത് ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ്. അതുകൊണ്ട് എല്ലാവരും സേവിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് വാങ്ങാനാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഇതിന് താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.